ഹലോ നമസ്കാരം. നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സിംഗിൾ ആണ്, പക്ഷെ നിങ്ങൾ ഒരു ലോങ് ടേം കമ്മിറ്റ്മെന്റ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ അതുപോലെ റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു ടൈംലെസ് ഗൈഡൻസ് ആണിത്. നിങ്ങൾ എപ്പോൾ കാണുന്നു അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ലൈഫിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും, അതായത് നിങ്ങളുടെ നിയർ ഫ്യൂച്ചറിലേക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആസ്പെക്റ്റിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം സ്വാഭാവികമായും സംഭവിക്കുന്നതിന്, നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നതിന്, നിങ്ങൾ അതിന്റെ പിറകെ പോകാതെ നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നതിന് നിങ്ങളോട് ആദ്യമേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഓൾറെഡി ആ ഒരു ലൈഫ് എൻവിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. ഓക്കെ, അതായത് ആ ഒരു ഫാമിലി ലൈഫ്. ഇപ്പൊ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പാർട്ട്ണർ ഉണ്ടായി കഴിഞ്ഞാൽ പാർട്ട്ണറുമായിട്ടൊരു ഒരു ഫാമിലി ലൈഫ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഫീലിങ്സ് അതെന്താണെന്ന് മനസ്സിലാക്കുക. ആ ഫീലിങ്സ്, അത്തരത്തിലുള്ള ഫീലിങ്സ് ഇപ്പോൾ ഉള്ള നിങ്ങളുടെ 3D റിയാലിറ്റിയിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആണ്, ഓക്കെ, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നിങ്ങൾ അത് അനുഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് അത് അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കിയെടുക്കാം. ആ സന്ദർഭങ്ങളിൽ കൂടുതലാകാനായിട്ട് ശ്രമിക്കുക, ആ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു ആ ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിൽ എത്തിയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന, നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഫീലിങ്സ് ഉണ്ട് ഇല്ലേ, അത് ഓൾറെഡി ഇപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആ ഫീലിങ്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ നാച്ചുറലി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലോങ് ടേം പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിയിരിക്കും. അത് നാച്ചുറലി സംഭവിക്കും, നിങ്ങൾക്ക് അത് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ നിങ്ങളോട് പറയുന്നത്, റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കേണ്ടതായിട്ട് വരും. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരും ഇല്ലേ, ആ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതിലെ ഏതൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങളുടെ ജീവിതശൈലിയിൽ വരുത്താൻ സാധിക്കും, ആ മാറ്റങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ ജീവിതശൈലിയിൽ വരുത്തുക. ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലേ, ചിലപ്പോൾ എണീക്കുന്ന സമയമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ഇന്ന കാര്യങ്ങളൊക്കെയാണ് മാറുക എൻ്റെ ലൈഫിൽ. ഇപ്പോൾ ഒരു ലോങ് ടേം പാർട്ട്ണർ റിലേഷൻഷിപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് ഒരു ഹയർ ലെവൽ കമ്മിറ്റ്മെന്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇന്ന മാറ്റങ്ങൾ എൻ്റെ ജീവിതശൈലിയിൽ വരും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക. അതിൽ ഏതൊക്കെ കാര്യങ്ങൾ ഇപ്പോഴേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക, അതിപ്പോഴേ ഉൾക്കൊള്ളിക്കുക. ഇങ്ങനെ ഈ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹയർ ലെവൽ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിൻഡ് പാർട്ട്ണർ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ നിങ്ങളുടെ ലൈഫിലേക്ക് നാച്ചുറലി ഒരു എംപ്രസ് എനർജിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.